ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷൻ. അതുകൊണ്ട് എനിക്ക് 2-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് യാഥാർത്ഥ്യം പറഞ്ഞേ മതിയാവും, സത്യം തുറന്നു വെച്ചേ മതിയാവും. നാളൊരു കാലത്ത് ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെട്ടു പോയാൽ കർത്താവിൻ്റെ വരുന്നതിന് മുമ്പ് 10 പേര് പറയും ആ പാസ് മരിക്കുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് പോയത്, ഒട്ടുമുക്കാലും കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണ് പോയത് എന്ന് മറ്റുള്ളവർ പറയും. തീർച്ചയായിട്ടും പറയും, എനിക്ക് നന്നായിട്ട് അറിയാമത്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വേദപുസ്തകത്തിലൂടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാധു മനുഷ്യനാണ് ഞാൻ. എനിക്ക് റവറൻ്റ് പട്ടവും ഡോക്ടർ പട്ടവും ഒന്നുമില്ല, എനിക്കൊട്ട് വേണ്ടേം താനും. അമേരിക്കയിലെ ഒരു സഹോദരൻ പറഞ്ഞ് പാസ്റ്റർ കയറി വന്നാൽ ഡോക്ടർ പദവി തരാമെന്ന്. നിങ്ങൾ തന്നെ എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങളുടെ ഉപദേഷ്ടാവിൻ്റെ മോനായി പറഞ്ഞു, നിങ്ങൾ തന്നെ എടുത്ത് തലയെ വെച്ചോ, നമുക്കിതൊന്നും വേണ്ട, നമുക്ക് കർത്താവിൻ്റെ ഒരു എളിയ ശിഷ്യൻ അത് മതി, അതിലപ്പുറം ഒരു പേരും പദവിയൊന്നും ആർക്കും വേണ്ട. കർത്താവ് പറഞ്ഞു, യു ആർ ബ്രദേഴ്സ്, നിങ്ങൾ സഹോദരന്മാരാ, നിങ്ങളിൽ നായകനെന്ന് പേരെടുക്കരുത്, നിങ്ങൾ ആരും പ്രത്യേകമായ പേരോ പദവികളൊന്നും എടുക്കരുത് കർത്താവ് പറഞ്ഞു. ആ വാക്കൊക്കെ കാറ്റി പറത്തിയിട്ടാണ് ഇന്ന് പ്രസിഡന്റും സെക്രട്ടറി അതും ഇതുമൊക്കെ പറഞ്ഞ് നടക്കുന്നത്. പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ ആത്മീയ ശൈശവാവസ്ഥയിൽ കിടന്നാൽ ജഡീകന്മാരാണ്, ശിശുക്കളാണ് അവർ പലരും ചെയ്തുകൊണ്ടിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളിവിടെ വചനം പറയുമ്പോൾ 5.5 വയസ്സുകാരൻ ഇവിടെ കിടന്ന് കളിക്കുക. അവന് കാറെടുത്ത് വെച്ച് കളിക്കുന്നു, അത് കളിക്കുന്നു, ഇത് കളിക്കുന്നു. കാരണം അവൻ്റെ തലയിലോട്ട് ഇതൊന്നും കയറത്തില്ല, അവൻ ശിശുവാണ്, അവൻ ശൈശവാവസ്ഥയിൽ കിടക്കുക. അവനൊരു 10-15 വയസ്സായി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ അവൻ ഗ്രഹിക്കാനിടയായിത്തീരും. അതുപോലെ ആത്മീയ ശൈശവാവസ്ഥയിൽ നിങ്ങൾ കിടന്നാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ഗുണദോഷം, സത്യവേദ പുസ്തകം വായിച്ച് പഠിക്കുക. ഒരു നേരത്തെ ഭക്ഷണം മറന്നുപോയാലും 5 അധ്യായം വായിക്കാൻ നിങ്ങൾ മറക്കരുത്, പ്രാർത്ഥിക്കാൻ മറക്കരുത്. പ്രാർത്ഥനയോടെ വേദപുസ്തകം വായിച്ച് പഠിച്ചാൽ ഏറെക്കുറെ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഓണിക്കിടന്ന് മാന്തി ജന്മം പാഴാക്കുന്ന വിശ്വാസികളോട് ഞാനെന്ത് പറയാനാണ്? അവർക്ക് അതിനൊന്നും നേരമില്ല, പുസ്തകം വായിക്കാൻ നേരമില്ല. പോപ്പ പോലും പറഞ്ഞു, ഫോണിലെ യൂത്ത്സ് ആയിട്ടുള്ള സഹോദരങ്ങൾ ഫോണിൽ സമയം ചെലവഴിക്കുന്നത് വേദപുസ്തകം വായിച്ചിരുന്നെങ്കിൽ അവരൊക്കെ ആരായി തീർന്നേനെന്ന്. നമ്മൾ പറയും ബോധമില്ലാത്ത പോപ്പെന്ന്. പോപ്പന്മാരിലും ബോധമുള്ളവരുണ്ടാകും, അതുകൊണ്ടാണല്ലോ അത് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങൾ വായിച്ചു പഠിക്കുക. ഇവിടെ ആത്മീയമായി കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെ ശൈശവാവസ്ഥയിൽ കിടന്ന് തമ്മിത്തല്ലിയാണ് കൊരിന്ത് സഭ. ശിശുക്കൾ എന്ന പോലെ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ, ഭക്ഷണമല്ല ബാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾ കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. എന്നിട്ട് അവരെന്ത് ചെയ്യുക? ഓർത്തം ഞാൻ പൗലൂസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫയുടെ പക്ഷക്കാരൻ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ പറഞ്ഞത് അമ്മിത്തല്ലിയ. പൗലൂസ് എന്ത് ചെയ്തു? പൗലൂസ് ആര്, അപ്പൊല്ലോസ് ആര്, കേഫ ആര്? ആ ഭാഗം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. പൗലൂസോ ആ ആ ആ ആ ആ ആ ആ നിങ്ങൾക്കുള്ളത്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ. ആ മതി. അപ്പോൾ പൗലോസ് ആര്, അപ്പൊല്ലോസ് ആര്, കേഫ ആരെന്ന് പറഞ്ഞ് അവരെ ശാസിക്കുക. പക്ഷം പിടിക്കുന്ന വിശ്വാസികളെ അപ്പോസ്തലന്മാർ ശാസിക്കുന്നു. ഇന്നിപ്പോൾ പാസ്റ്ററുടെ പക്ഷം ഒരു 10-25 പേര് ഉണ്ടെങ്കിൽ പാസ്റ്റർ അവരെ ഒന്നും ശാസിക്കത്തൊന്നുമില്ല. 25 പേര് എനിക്കുണ്ട്, സഭ വിട്ടാലും എനിക്ക് 25 പേരെയും കൊണ്ടൊരു കൂട്ടായ്മ തുടങ്ങും. അതാ പാസ്റ്ററുടെ ചിന്ത. എന്നാൽ പൗലൂസ് എന്ന പാസ്റ്റർ എന്തല്ല ചെയ്തത്? ഞങ്ങളാരുമല്ല, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി ഇടയായി തീർന്ന ശുശ്രൂഷകന്മാരത്രേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കുന്നത്. വളരുമാറാക്കുന്ന ദൈവമല്ലാതെ ആരുമല്ലെന്നൊരു ചിന്ത ഇന്നത്തെ പാസ്റ്റർമാർക്ക് വരാത്തിടത്തോളം കാലം ആത്മീയ ഗോളം ഗതി പിടിക്കാൻ പോകുന്നില്ല. വിശ്വാസികൾ നന്നാകാൻ പോകുന്നില്ല. പാസ്റ്റർമാർ പറയുന്ന ഉപദേശം സത്യവേദ പുസ്തകത്തിന് നിരക്കുന്നതാണോ? അവരുടെ ശുശ്രൂഷകൾ, അവരുടെ ശുശ്രൂഷാ രീതികളെന്ന് അത് വേദപുസ്തകത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കി അവരുടെ ശുശ്രൂഷകളെ വിലയിരുത്തി അതിനനുസരിച്ച് ആ ശുശ്രൂഷകൾ നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മളെ പിന്നെ കാണാൻ പറ്റുന്നത് നരകത്തിലാണ്. ഞാനങ്ങ് തുറന്നു പറയാം, എനിക്കാരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരുടെയും ചിലവിലല്ല നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക,
കാര്യങ്ങളുടെ വ്യക്തമായ ചിത്രം നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ഇനി ഞാൻ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരാം, സമയം പോകുന്നു. അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും, ഞങ്ങളുടെ ഇന്നത്തെ പഠന വിഷയം ഗലാത്യ ലേഖനമാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം. അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഒരു വീട്ടിൽ ഒരു യജമാനത്തി, ആ വീട്ടിൽ ദാസകാര്യങ്ങൾ ചെയ്യാൻ, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ദാസനുണ്ട്, സർവൻസ് ഉണ്ട്. അപ്പോൾ തന്നെ ആ വീട്ടിൻ്റെ അവകാശിയായ ഒരു കുഞ്ഞുമുണ്ട്. ആ നിലയിൽ നമ്മളൊന്ന് ചിന്തിച്ചേ, മനസ്സിലൊന്ന് ചിന്തിച്ചേ. ഈ കുഞ്ഞ് അവകാശം പ്രാപിക്കാനുള്ള പ്രാപ്തി ആകത്തോളത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷമുള്ളവനല്ല. ഈ ദാസത്വമുള്ളതെന്നുള്ളത് ന്യായപ്രമാണത്തെ കണ്ടുകൊണ്ടാണ് പൗലോസ് ഈ പഠനം പഠിപ്പിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഗലാത്യ സഭ ക്രിസ്തുവിനെ പ്രസംഗിച്ച്, ഗലാത്യ ദേശത്തിൽ സഭയെ ക്രിസ്തുവിനെ പ്രസംഗിച്ച് കർത്താവിൻ്റെ സഭയായി, കർത്താവിൻ്റെ ശിഷ്യന്മാരായി കൂട്ടിവരുത്തി മുമ്പോട്ട് പോകുമ്പോൾ യഹൂദ ക്രിസ്ത്യാനികൾ മാനസാന്തരപ്പെട്ടവരെങ്കിലും എഫ്രൈമിനെ പോലെ പകുതി വെന്തു പകുതി വെന്തില്ല ആ അവസ്ഥയിലുള്ള വിശ്വാസികൾ ചിലർ വന്ന് ന്യായപ്രമാണം കൂടി അനുസരിച്ചാലേ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുള്ളൂ എന്ന് പ്രസംഗിച്ചു. പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായം, പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. അവിടെ ഈ വിഷയം പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണേ. പ്രവൃത്തി 15. യഹൂദിയിൽ നിന്ന് ചിലർ വന്ന്, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാൻ ഞാൻ രക്ഷപ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ സഹോദരന്മാരെ ഉപദേശിച്ചു. കഴിയുകയില്ല എന്ന് പൗലോസല്ല ഉപദേശിച്ചത്. ചില സഹോദരന്മാർ ചിലർ വന്നു, പരിച്ഛേദന ഏൽക്കാൻ ഞാൻ രക്ഷപ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസും ബർന്നബാസും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായി. അവർ രണ്ടുപേരും എതിർത്ത് നിന്നു. പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും തർക്കസംഗതികളെക്കുറിച്ച് യെരൂശലേമിൽ അപ്പോസ്തലന്മാരുടെ അടുക്കൽ, മൂപ്പന്മാരുടെ അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ പുറപ്പെട്ടു. ഇനി 5-ാം വാക്യം. എന്നാൽ പരീക്ഷാ പക്ഷത്തിൽ നിന്നും വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കണമെന്ന് മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഈ സംഗതികളെക്കുറിച്ച് എന്തുണ്ടായി? തർക്കമുണ്ടായി. ആ തർക്കം തീർക്കുന്നത് ആരാ? പത്രോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനുമാണ്. പൗലൂസ് പ്രാപ്തനായി വരുന്നേ ഉള്ളൂ. പ്രവൃത്തി 9 പൗലൂസ് രക്ഷിക്കപ്പെട്ടു വരുന്നു. 9, 10, 11, 14, 15 ലേണിംഗ് പീരീഡാണ് പൗലൂസ്. ചിലർ ഈ ഇടയ്ക്ക് ചോദിച്ചു, ഇത്രയും വലിയ ന്യായപ്രമാണ വിരോധിയായ പൗലൂസ് തിമോഥെയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചത് എന്തുകൊണ്ട്? ഞാൻ അവരോട് പറഞ്ഞ മറുപടി, ഡ്രൈവിംഗ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സാറും കുട്ടിയും കൂടി വണ്ടി ഓടിക്കുമ്പോൾ ഈ പുതിയ ശിഷ്യൻ സ്റ്റിയറിംഗ് മാത്രമേ കയ്യിലുള്ളൂ. ശരിക്കും ക്ലച്ചും ബ്രേക്കും കൈകാര്യം ചെയ്യുന്നത് ഗുരുവാ, ആശാനത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വണ്ടി വല്ലവൻ്റെ മണ്ടയ്ക്ക് പോയി കയറും. ചവിട്ടെന്നൊക്കെ പറഞ്ഞ് ചവിട്ടിയില്ലെങ്കിൽ ആശാൻ ചവിട്ടും. കാരണം ആശാൻ അറിയാം ഇത് കുഞ്ഞാ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നാ. ഇന്നത്തെ പാസ്റ്റർമാരെ പോലെ വേദപുസ്തകത്തിൻ്റെ തുമ്പും പാലും അറിഞ്ഞുകൂടാത്തവരാ വേദപുസ്തകം എടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നേ. അതുകൊണ്ട് വിശ്വാസി നശിച്ചുകൊണ്ടിരിക്കുന്നേ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അത് തന്നെ വിഷയം. പ്രവൃത്തി പുസ്തകം അവരുടെ ലേണിംഗ് പീരീഡാണ്. പുതിയ നിയമസഭയുടെ ചരിത്ര പുസ്തകമാണ് പ്രവൃത്തി പുസ്തകം. ലേഖനങ്ങൾ എഴുതുന്ന കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവരെ ഉപദേശം പഠിപ്പിച്ചു. എനിക്ക് നിങ്ങളോട് ഒത്തിരി പറയാനുണ്ട്, വഹിപ്പാൻ കഴിവില്ല, എന്നാൽ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ ആ വചനവ്യവസ്ഥപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ കർത്താവ് പറഞ്ഞ് പഠിപ്പിക്കാൻ വിട്ടുപോയതെല്ലാം, അല്ലെങ്കിൽ പഠിപ്പിക്കാതിരുന്നത് മുഴുവൻ ആത്മാവ് അവരെ പഠിപ്പിച്ചു. അങ്ങനെ കർത്താവ് പഠിപ്പിച്ചത് പ്ലസ് ആത്മാവ് പഠിപ്പിച്ചത് = അപ്പോസ്തലിക ഉപദേശം. ഈ നിലയിലൊന്നും ആരും പഠിപ്പിക്കാറില്ല. കാരണം അറിയില്ല അങ്ങനെ പഠിപ്പിക്കാൻ. അക്കും ചുക്കും അറിഞ്ഞൂടാത്തവരൊക്കെ പൊത്ത് കൊടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ചാ കഞ്ഞി കുടിക്കാൻ സുഖലോലുപന്മാരായിട്ട് ജീവിക്കുകയല്ലേ. സെലിബ്രിറ്റികളല്ലേ ആത്മീയ കോളത്തിലെ, വമ്പന്മാരാണ് അവര്. ഞങ്ങളൊന്നും അവർക്ക് കാശിന് വില കൊടുക്കാറില്ല. കാശിന് വില ഞാൻ കൊടുക്കാറില്ല ഈ സെലിബ്രിറ്റികൾക്കൊന്നും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സുബോധം കൊടുക്കാൻ, അല്ല വേറെ എന്ത് ചെയ്യാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിഷയത്തെക്കുറിച്ചൊരു തർക്കമുണ്ടായപ്പോൾ യോഹന്നാനും പത്രോസുമാണ് പ്രവൃത്തി പുസ്തകം 5-ാം അധ്യായത്തിലെ സുന്നഹോദോസിൻ്റെ പ്രധാന ഉപദേഷ്ടാക്കന്മാർ. പത്രോസ് യോഹന്നാനും ആരായിരുന്നു? ആരായിരുന്നു?
മീൻപിടുത്തക്കാരായിരുന്നു. പൗലോസോ വലിയ യഹൂദ റബ്ബിയായിരുന്നു. പക്ഷെ അദ്ദേഹം ജ്ഞാനം പ്രാപിച്ച് വരുന്നത് പിന്നീടാണ്. വെളിപ്പാടുകളൊക്കെ പ്രാപിച്ച് ഇവരെക്കാളും ഒക്കെ മുന്നിലായി എന്നുള്ളത് യാഥാർത്ഥ്യം. എന്നാൽ ഈ 15-ാം അധ്യായം എഴുതി വരുമ്പോൾ അവിടെ ഉണ്ടായ തർക്കസംഗതികളെക്കുറിച്ച് ശരിയായ ഒരു മറുപടി പറയാൻ പ്രാപ്തരായത് ആരാ? യാക്കോബും പത്രോസുമാണ്. അവിടെ തീർപ്പ് കൽപ്പിക്കുന്ന അവരാ. നിങ്ങളെല്ലാവരും ആ അധ്യായം വായിച്ചു പഠിക്കണം. യാക്കോബും പത്രോസുമാണ് 15-ാം അധ്യായത്തിലെ ഉപദേഷ്ടാക്കന്മാർ. അഥവാ അധ്യായം വായിച്ചു പഠിച്ചാൽ മനസ്സിലാവും നമുക്ക്. സഭയുടെ തൂണുകളായിട്ട് എണ്ണിയിരിക്കുന്നത് യോഹന്നാനും യാക്കോബും പത്രോസും, അത് ശരിയാണ്. പക്ഷേ ഈ 15-ാം അധ്യായത്തിലെ ശരിയായ തീർപ്പ് കൽപ്പിക്കുന്നത് യാക്കോബും പത്രോസും. അവർക്കാണ് സംസാരിക്കാനുള്ള റൈറ്റ്. അവിടെ അവരെയാണ് ദൈവം അതിനായിട്ട് ഉപയോഗിച്ചത്. എക്കാലത്ത് എല്ലാവരെയും ദൈവം ഉപയോഗിക്കത്തില്ല. ചില പ്രത്യേക വ്യക്തികളെയാണ് ദൈവം തൻ്റെ അരുളപ്പാടുകളും വചനവും പറയാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നത്. ഇന്ന് കാണുന്നവരെല്ലാം ദൈവം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റി. അവരൊക്കെ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് കഞ്ഞിക്കുള്ള കാര്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാവങ്ങൾ. അതിന് ഈ മൊണ്ണകളായ വിശ്വാസികൾ കൊണ്ടേ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് കുടിച്ച് അവരും രണ്ടു കൂട്ടരും ഒരുമിച്ച് സന്തോഷിച്ച പാട്ട് പാടി തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുക. സ്വന്തം കാര്യത്തിന് പോലും പോക്കില്ലാത്തവരാണ് മാറിയിരിക്കുന്നവരൊക്കെ. എന്താ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള ദൈവമക്കളെ? ഒരു യഥാർത്ഥ ഭക്തൻ, ഒരു യഥാർത്ഥ കർത്താവിൻ്റെ ശിഷ്യൻ ആരാ? കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് പഠിച്ച് അനുസരിച്ച് ജീവിക്കുന്നവരാ. അവൻ മറ്റാരുടെ മുമ്പാവും മുട്ടുമടക്കത്തില്ല. അവൻ യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഹല്ലേലൂയ. നാം കർത്താവിൻ്റെ മുൻപാകെ മുട്ടുമടക്കിയാൽ മറ്റുള്ള മുൻപാകെ നമ്മുടെ മുട്ടുമടങ്ങത്തില്ല. കാരണം കർത്താവ് നമ്മളെ ജീവോത്സവമായിട്ട് നടത്തും. അതാ അതിൻ്റെ പ്രത്യേകത. അതിനെന്ത് ചെയ്യണം? ഒരു യഥാർത്ഥ കർത്താവിൻ്റെ ശിഷ്യനാണ്. കർത്താവ് ഞാനോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ്റെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞ ഉപദേശമാണ്, ക്രിസ്തു പഠിപ്പിക്കുന്ന ഉപദേശമാണ് അവർ പഠിപ്പിച്ചത്. അവർ പഠിപ്പിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം, ഞാൻ എഴുതുന്ന കർത്താവിൻ്റെ കൽപ്പന. അപ്പോസ്തലന്മാർ തരുന്ന കൽപ്പനകൾ മുഴുവൻ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളാണ്. ആ നിലയിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം മനോഹരമാകും. ഇവിടെ ഞാൻ 4ലേക്ക് മടങ്ങി വരിക. അവകാശി സർവത്തിന് യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ഒരു ആത്മീക ശിശുവിന് അവകാശം പ്രാപിപ്പാൻ കഴിയില്ല. 1 പത്രോസ് 1:5 വാക്യത്തിൽ ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്താണ് ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശം? രൂപാന്തര ശരീരം, 1000 ആണ്ട് വാഴ്ച, പുതിയ ആകാശം, പുതിയ ഭൂമിയിലെ ജീവിതം. ഇതൊക്കെയാണ് ക്ഷയമില്ലാത്തതും വാട്ടമില്ലാത്തതും മാലിന്യമില്ലാത്തതും. ഇതാണ് നമ്മുടെ അവകാശം. ഞാൻ യോശുവയുടെ പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. യോശുവ ഓരോ ഗോത്രങ്ങൾക്ക് അവകാശം കൊടുക്കുന്നത് സസൂക്ഷ്മം വായിച്ച് പഠിച്ചാൽ വളരെ മനോഹരമാണ് ആ പഠനങ്ങൾ. ഇന്ന ദേശം മുതൽ ഇന്ന ദേശം മുതൽ ഇന്ന ഗോത്രത്തിന് പേരെടുത്ത് പറയുന്നുണ്ട് അവരെ. ആ പേരെല്ലാം പറയാനായിട്ട് എൻ്റെ വായിലിട്ട് കൊള്ളത്തുമില്ല, എനിക്ക് അതിന് സമയവുമില്ല. അത് പഴയ നിമിത്തിലെ വിഷയമാണ്. നമ്മുടെ ഇവിടുത്തെ അവകാശം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യമാണ്, നിത്യതയാണ്. അവിടുത്തെ വല്ലവർക്കും കൊടുത്ത ഭൂമിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും ഭേദം സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നതല്ലേ നല്ലത്. യോശുവ കൊടുത്ത അവകാശങ്ങൾ, വീതം വെച്ച് കൊടുത്ത അവകാശങ്ങൾ, ഗോത്രങ്ങൾക്കും ഗോത്രങ്ങളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും കൊടുത്ത അവകാശങ്ങൾ മുഴുവൻ നല്ല നീരോട്ടമുള്ള ഫലപുഷ്ടിയുള്ള ദേശങ്ങൾ അവർക്ക് അവകാശമായി കൊടുത്തു. അത് വേദപുസ്തകത്തിലെ തുറന്ന സത്യമാണ്. അത് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഒരു പഠനമാണ്. അത് ശരി തന്നെയാണ്. എന്നാൽ അവരുടെ അവകാശമാണോ ഈ പത്രോസ് പറയുന്ന അവകാശം? ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശം. അത് മണ്ണിനെ കുറിച്ചാണോ പറയുന്നത്? ഈ ഭൂമിയിലെ എന്തെങ്കിലും മെറ്റീരിയൽസിനെ കുറിച്ചാണോ പറയുന്നത്? അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുക ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരെ. നിനക്ക് വീടില്ലെങ്കിൽ വീട് തരും, കാറില്ലെങ്കിൽ കാർ തരും, സൈക്കിളില്ലെങ്കിൽ സൈക്കിളിനെ കുറിച്ചൊന്നും പറയാറേ ഇല്ല. ഇപ്പോൾ സൈക്കിളും ബൈക്കും ഒക്കെ പോയി. ഇപ്പോൾ ബ്യൂക്കും കാട്ടിലക്കും പിന്നെ BMW അതൊക്കെയാണ് ചിന്ത. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വേറെ ലോകത്തിലേക്ക് ഇന്നത്തെ ശുശ്രൂഷകന്മാർ വചനം പ്രസംഗിച്ച് ദുരുപദേശം പ്രസംഗിച്ച്
തെറ്റായ നിലയിലുള്ള ഫേക്കായിട്ടുള്ള വചന പഠനത്തിലൂടെ ജനത്തെ മറിച്ച് കളഞ്ഞ് കോട്ടിക്കളഞ്ഞ് മറിച്ച് കളഞ്ഞ് കൂട്ടുചേർത്ത് പഠിപ്പിച്ച് നശിപ്പിച്ചിട്ടിരിക്കുക. പത്രോസാ പറയുന്നത് യഥാർത്ഥ അവകാശം, ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത, ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരവകാശം. അത് സ്വർഗരാജ്യമാണ്, അത് നിത്യതയാണ്, അത് പിതാവിൻ്റെ സന്നിധിയിലുള്ള വാസമാണ്. അത് 1000 ആണ്ട് വാഴ്ചയായിട്ട് പഠിക്കാം, രൂപാന്തര ശരീരമായിട്ട് പഠിക്കാം. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ശ്രേഷ്ഠകരമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതാണതൊക്കെ, ഈ ഭൂമിയിലുള്ളതല്ല. നേരത്തെ ഇവിടെ വായിച്ചല്ലോ, ഇവിടെ പാസ്റ്റർമ്മ എന്താ വായിച്ചത്? ഈ നാഴികവരെ വിശന്ന് ദാഹിച്ചും തിന്നാനില്ല കുടിക്കാനില്ല കുത്തുകൊണ്ടിരിക്കുന്നു, സ്ഥിരവാസം കൂടാതിരിക്കുന്നു. അവർ ഭൗതികമായി ദരിദ്രരായിരുന്നു, ബുദ്ധിമുട്ടുള്ളവരായിരുന്നു, കഷ്ടപ്പാടുള്ളവരായിരുന്നു. അവർക്ക് കടമില്ലായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. ഇന്നത്തെ വിശ്വാസികളെ പോലെ 10 പൈസ കടം മേടിക്കത്തില്ല നമ്മുടെ ക്യാപ്റ്റൻ ശംഭുവിൽ, ചത്തുപോയി മേടിക്കത്തില്ല പുള്ളി. അവരെ കടം മേടിച്ച് തിന്നണ്ടേ, പട്ടിണി കിടന്നുള്ള ഞങ്ങൾ, അതാ പുള്ളി അവരുടെ ചിന്ത. അതാണ് ഒരു ദൈവബോധത്തിൻ്റെ, ഒരു ദൈവദാസൻ്റെ ലക്ഷ്യം. അതാണ്. ഇടയ്ക്കൊരു പ്രാർത്ഥനാ കൂട്ടത്തിൽ ആ കോവിഡ് സമയത്ത് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു. കുറച്ച് പേരെ കൂടി വരുന്നുള്ളൂ. പാസ്റ്ററിന് എന്തോ ഒരു ഭൗതിക ആവശ്യം വന്നപ്പോൾ കൂട്ടത്തിലുള്ളൊരു അമ്മാമ്മ 5 പവൻ്റെ മാല കരുത്തി ഇട്ടിരുന്നു. ആ മാല ചോദിച്ചു. പാസ്റ്ററിനോടുള്ള സ്നേഹം അത് ദൈവത്തോടുള്ള സ്നേഹം പോലെ ആണല്ലോ, പലരും അങ്ങനെയാണല്ലോ കരുതുന്നത്. അവിടെയാണ് നമ്മൾ തറപറ്റി കിടക്കുന്നത്. പാസ്റ്റർമാരെ മനുഷ്യരെ പോലെ കാണണം, ബലഹീനരാണെന്ന് കാണണം, എപ്പോഴും തെറ്റിപ്പോകുന്നവരാണെന്ന് കാണണം. വചനവ്യവസ്ഥയിൽ നിൽക്കുന്നവരാണെങ്കിൽ ആ നിലയിൽ കണ്ടുകൊണ്ടാണ് അവരോട് ഇടപെടാൻ. പ്രമാണം വിട്ടു പോകുന്നവരാണെങ്കിൽ ആ നിലയിൽ അവരെ കണ്ടോണം, അല്ലെങ്കിൽ നമ്മുടെ കടപറച്ചുകളെയും സാത്താൻ. അമ്മാമ്മയുടെ മാല ഊരി കൊടുത്തു, പാർസ് കൊണ്ടുപോയി പണയം വെച്ചു. അമ്മാമ്മയുടെ ഭർത്താവ് മാല ചോദിച്ചു, അമ്മാമ്മ ഒന്ന് പാസ്വേഡ് ചോദിച്ചു. എടുത്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പാസ്റ്റർ ആയിത്തീർന്നു. വലിയ ബഹളം, കേസ്, കോടതി, വഴക്ക്, ഇതൊക്കെയായി. വല്ല ആവശ്യമുണ്ടോ? ഇന്ന് നടക്കുന്ന ഇതൊക്കെയല്ലേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ വളരെ ശാന്തതയോടെ സമാധാനത്തോടെ ഞാൻ പറയട്ടെ, ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ കർത്താവ് നമ്മളെ അത്ഭുതകരമായിട്ട് നടത്തും. കഷ്ടതയാണെങ്കിൽ ആ കഷ്ടതയുടെ നടുവിലും പാടുവാനുള്ള കൃപ കർത്താവ് നമുക്ക് തരും. ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളാണെങ്കിലും അതിൻ്റെ നടുവിൽ ആത്മീക സന്തോഷം നമുക്ക് തരും. നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഞങ്ങൾ ദുഃഖിതരെങ്കിലും ഞങ്ങൾ സന്തോഷം പകർന്നു കൊടുക്കുന്നവരാണ്. ആത്മീക സമ്പത്ത് ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. ആത്മീകമായി അവർ സമ്പന്നരായിരുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. ഇന്നത്തെ പ്രിയപ്പെട്ടവർ ഭൗതിക സമ്പത്ത് കൊണ്ട് നിറഞ്ഞു. ആത്മീകമായി ഇവരെപ്പോലെ ദാരിദ്ര്യവാസികൾ ലോകത്ത് കാണത്തില്ല. അതാണ് വിഷയം. അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കുക. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവകാശി സർവത്തിന് യജമാനാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷമുള്ളവനാണ്. ആ യജമാനനും യജമാനത്തെയും മരിച്ചു പോയാൽ എന്ത് ചെയ്യും? സ്വത്ത് ആർക്ക് പോവും? അല്ലെങ്കിൽ സ്വന്തക്കാർ വല്ലതുകൊണ്ട് അവർക്ക് പോവും, ഇവർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നൊരു ദൂതെന്താ? വിശ്വാസികളായിട്ടുള്ളവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർച്ച പ്രാപിക്കണം, ആത്മീയ വളർച്ച പ്രാപിക്കണം, ആത്മീയ വർധന പ്രാപിക്കണം, ആത്മീയ നിറവ് പ്രാപിക്കണം. ആത്മീകമായി ക്രിസ്തുവിൻ്റെ സ്വഭാവവും മനസ്സും ഭാവവും നമ്മൾ ഒപ്പിയെടുക്കണം. അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പ്രിയമുള്ളവരെ. അതാണ് ഈ ഗലാത്യ ലേഖനം പഠിപ്പിക്കുന്നത്. 3-ാം വാക്യം വായിക്കാം. 3-ാം വാക്യം ഗലാത്യർ 4:3. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ അടിമപ്പെട്ടിരുന്നു. അടുത്ത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് മതി. അപ്പം ന്യായപ്രമാണത്തിൽ കീഴ് കിടക്കുന്നവ എങ്ങനെ കിടക്കുക? പറഞ്ഞേ, അടിമകളായി കിടക്കുക. പ്രിയമുള്ളവർ, പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ കിടക്കുന്നവർ അടിമകളാണ്. അവരെ
യേശുക്രിസ്തു തൻ്റെ ബലിമരണത്തിലൂടെ വിലയ്ക്ക് വാങ്ങി. ഇതാരാ സാമ്പാസ് പറയുന്നത്? പൗലോസ് പറയുന്ന ഇത്. ന്യായപ്രമാണത്തിൽ കീഴിൽ കിടക്കുന്നവരെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചവരായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കണം. എന്താ പുത്രത്വം? കർത്താവിൻ്റെ മകളായി തീരണം. പുത്രത്വത്തിന് വേറൊരു വസ്തു കൂടി ഉണ്ട്. വായിക്കാം, അടുത്ത വാക്യം കൂടി വായിക്കാം. ആ ആ ആ അപ്പൊ പുത്രനാകുന്ന എങ്ങനെയാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞ് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ആ ഒരു പരിജ്ഞാനത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ മകനോ മകളോ ആകുന്നത്. ഒരു ചാനൽ ചർച്ചയിൽ ആര് സ്വർഗത്തിൽ പോകും എന്ന് ചോദിച്ചപ്പോൾ 2-3 ബുദ്ധിരാക്ഷസന്മാർ ഇരുന്നുകൊണ്ട് പറയുക, രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടാൽ നമുക്ക് സ്വർഗത്ത് പോകാനുള്ള ബേസിക് ക്വാളിഫിക്കേഷനായി. ആരാ അവരോട് പറഞ്ഞ്? ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചേ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുമ്പോഴാണ് നമ്മളൊരു ആത്മീകമായ പുത്രത്വം നമ്മൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനായി മകളായി തീരുന്നത്. എൻ്റെ പഠിപ്പിക്കൽ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ആത്മാഭിഷേകം പ്രാപിച്ചാലും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ ഒരു വിശേഷവും ഇല്ല. ഉപദേശം അനുസരിച്ച് ജീവിക്കാതെ, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാതെ നിത്യത പ്രാപിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവർ ആത്മീകമായി അവരുടെ ശൈശവമായ പഠനത്തിൽ നിന്നുള്ള പഠനങ്ങളാണ്. അത് വിട്ടുപോരുക. യഥാർത്ഥ പഠനം പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും പഠിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ പഠിപ്പിക്കണം. അത് കൂട്ടിക്കളയാൻ പാടില്ല, കൂട്ടിച്ചേർക്കാൻ പാടില്ല, മറിച്ച് കളയാൻ പാടില്ല. അതിന്ന് മറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നെന്നാണ് ഞാൻ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും പുറകെ വിശ്വാസികൾ പായുക. ഞങ്ങളുടെ കൂടെ നടന്നവർ പോലും പായുക എന്ന് പറയുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവരെന്താ പഠിച്ചത്? ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസൻ വചനമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഉച്ച സമയമാകുമ്പോൾ പഠനം നിർത്തിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി മേടിച്ച് തരും. ഓരോരുത്തർക്ക് ആവശ്യമുള്ള ഫുഡ് തരും. എനിക്കൊരു ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ ബിരിയാണി മേടിച്ചിരിക്കും. അത് അങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ചോറും കറിയും പൊറോട്ട ചപ്പാത്തി എല്ലാം മേടിച്ചു കൊടുക്കും. ഞാനിപ്പോൾ മനസ്സിലാക്കി ഈ ബിരിയാണി തിന്നതും പൊറോട്ട തിന്നതും തന്നെ മിച്ചം. ഈ വചനം വിളമ്പി തന്നോട്ട് തിന്നുമില്ല. അതൊക്കെ കൊണ്ട് തോട്ടിക്കളഞ്ഞു. ഇപ്പം അതാ കണ്ടുവരുന്നത്. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അതാ. അന്ന് വിളമ്പി തന്ന ഭക്ഷണം ഒന്നും ഭക്ഷിക്കാൻ ആർക്കും പറ്റിയില്ല. പുള്ളി മേടിച്ചു തന്ന ബിരിയാണി തിന്ന് സായുജ്യം അടഞ്ഞു. എന്തോ ഒരു ദുഃഖകരമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോഴാണ് യഥാർത്ഥ പുത്രനാകുന്നത്. അങ്ങനെ പുത്രനായി കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ അവകാശം കിട്ടുന്നത്. ഗലാത്യലേഖനം അതാ പഠിപ്പിക്കുന്നത്. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവത്താൽ അവകാശിയുമാകുന്നു. ഏതവകാശി? സ്വർഗരാജ്യത്തിന് നിത്യതയ്ക്ക് അവകാശിയാകുന്നു. അപ്പോൾ ഇനി ശൈശവാവസ്ഥയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവര് ഈ ദൈവവചനം വായിച്ച് പഠിച്ചനുസരിച്ച് ജീവിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങൾ നടത്തപ്പെടണം. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം. വരാതെ നിങ്ങൾക്ക് നിത്യതയിലേക്ക് പോകാൻ കഴിയുകയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് വിശ്വസിക്കരുത്. അതെല്ലാം ഫേക്കാണ്. ഇന്ന് കേൾക്കുന്ന സുവിശേഷം മായം ചേർത്തതാണ്. മറ്റൊരു സുവിശേഷമാണ്. അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ്. അവർ പ്രസന്റ് ചെയ്യുന്നത് കേട്ടനുസരിച്ച് ജീവിക്കുമ്പോൾ മറ്റൊരാത്മാവുമാവും. മറ്റൊരു ക്രിസ്തു, മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ്. ആ നിലയിൽ കിടക്കുകയാണ് ഇന്ന് കാര്യങ്ങൾ. അതുകൊണ്ട് യഥാർത്ഥ സുവിശേഷം കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പറഞ്ഞ സുവിശേഷമാണ്. മറ്റൊരുത്തൻ്റെ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിയിടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന കല്ലുകളാണെങ്കിൽ സഞ്ചു പോലും സ്വർഗത്ത് പോകത്തുള്ളൂ. ഇവിടെ ക്രിക്കറ്റ് ജയിച്ച് അറേബ്യയിലെ ഏതോ ഒരു കോടീശ്വരത്തി 100 കോടി കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത്. കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് വാഗ്ദാനം ചെയ്തു. അതെല്ലാം കിട്ടും. ഇവിടെ കിടന്ന് ക്രിക്കറ്റ് കളിച്ച് ഫുട്ബോൾ കളിച്ച്
ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെയായി വലിയ ജയമൊക്കെ നേടിയാൽ ഇവിടെ പലതും കിട്ടും. സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണാൻ പറ്റത്തില്ല. അതിന് പണി വേറെയുണ്ട്. അതാരും ഒട്ടും പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. കാരണം അവർക്ക് കോടികൾ കിട്ടിയാലേ അതിൻ്റെ ദശാംശവും അതിൻ്റെ നക്കാപ്പിച്ചയും ഇവർക്കും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇവരും പ്രോത്സാഹിപ്പിക്കും. എവിടെ കിടക്കുന്നു? വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരാം. ആ ആ അടിമപ്പെട്ടിരുന്നു, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. ആ ആ എങ്ങനെ പ്രമാണിക്കുന്നു? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായെന്ന് ഭയപ്പെടുന്നു. ഇവിടെ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം ഇന്നത്തെ ആത്മീയഗോളത്തിലുള്ള കാര്യമായി പറയുന്നേ. ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്നു. ആദ്യപാഠങ്ങളിലേക്ക് തിരിയുന്നു. ആദ്യപാഠം യഹൂദൻ്റെ ആദ്യപാഠം ന്യായപ്രമാണം, ജാതികളുടെ ആദ്യപാഠം അവർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പാപജീവിതം, പിശാചിൻ്റെ അടിമത്വത്തിൽ കടന്ന് ജീവിക്കുന്ന ജാതികളുടെ ആ അടിമത്വത്തിൻ്റെ ജീവിതമാണ് ജാതികളായ ലോകത്തുള്ള സകല മനുഷ്യരുടെയും ആദ്യപാഠം. യഹൂദൻ്റെ ആദ്യപാഠം ന്യായപ്രമാണം. ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കണേ ദൈവത്തോർത്ത്. ആദ്യപാഠം. ഇവിടെ ഒരു കുഞ്ഞുണ്ട്, അവൻ തറ പറ ABCD 1 2 3 4 ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവൻ SSLCക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഈ ABCDയും ആ തറ പറയുടെ പുസ്തകം കൊണ്ട് അവൻ്റെ മുമ്പിലോട്ട് ചെന്നാൽ വലിച്ചൊരൊറ്റ എറിയണം. കാര്യം എന്ത് ചെയ്യും? അവനതൊക്കെ വിട്ടു പഠിച്ച് ടോപ്പിലായി. ഉന്നതമായ പഠനങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുക. പൊളിറ്റിക്സിനെ കുറിച്ചും മെഡിസിനെ കുറിച്ചും ലോകത്തുള്ള സകല അറിവുകളെ കുറിച്ചും കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയ ABCDയും പഴയ തറവറയും കൊണ്ട് ചെന്നാൽ, അപ്പം ആദ്യപാഠം എന്നുള്ളത് യഹൂദൻ്റെ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതികൾ. ജാതികളുടെ ആദ്യപാഠം എന്നുള്ളത് അവർ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള അവരുടെ പാപ സ്വഭാവ ജീവിതങ്ങൾ. മദ്യത്തിനും മയക്കുമരുന്നിനും വ്യഭിചാരത്തിനും ലോകത്തിൻ്റെ സകല അശുദ്ധിക്കും അടിമകളായി ജീവിച്ച ആ ആദ്യപാഠം, അത് വിട്ടിട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ച് വരുന്ന ഒരു പുതിയ നിയമവിശ്വാസി, ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. അതാ പുതിയ സൃഷ്ടി. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പിന്നെയും തോന്നിയാസം കാണിച്ച് നടക്കുന്നവനും രക്ഷിക്കപ്പെട്ടവനല്ല. രക്ഷിക്കപ്പെട്ടവനെ പോലെ ഇരിക്കും. കണ്ട ഈ സൈക്കിൾ ചെയിൻ അല്ല ബൈക്കിൻ്റെ ചെയിൻ മേടിക്കാൻ ചെന്നപ്പോൾ 2 ചെയിൻ എടുത്ത് അവർ മുമ്പിൽ കൊണ്ടുവച്ചു. 2 കവറും ഒരുപോലെ വെച്ചു. എന്നോട് പറഞ്ഞു, ഇത് ഡ്യൂപ്ലിക്കേറ്റ്, ഇത് ഒറിജിനൽ. കണ്ടാൽ തിരിച്ചറിയത്തില്ല. പെന്തക്കോസുകാരെ പോലെയാവും, അറിയാൻ പറ്റത്തില്ല. വിശ്വാസി ഏത് അവിശ്വാസി ഏതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുപോലെ ഇരിക്കും. പക്ഷേ പണ്ട് ക്യാപ്റ്റൻ ശമൂല് പറഞ്ഞ കാഹളം ധ്വനിക്കുമ്പോൾ അറിയാം ഡ്യൂപ്ലിക്കേറ്റ് ഏത് ഒറിജിനൽ ഏത്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ദൈവമക്കളെ, നമ്മൾ അതിനുവേണ്ടി ഒന്നും കാത്തിരിക്കാതെ, തൊഴിഞ്ഞു പോകുന്ന കൂട്ടത്തിലാകാതെ, നമ്മൾ തറവുള്ള ക്രിസ്ത്യാനികളായി ദൈവമക്കളായി ജീവിച്ച് കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുങ്ങാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ ഗലാത്തിലെ വിശ്വാസികൾ ദിവസങ്ങൾ, മാസങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്നു, കാലങ്ങൾ പ്രമാണിക്കുന്നു. പെന്തക്കോസ്തുകാർ ദിവസങ്ങൾ, ആണ്ടുകൾ, കാലങ്ങൾ, മാസങ്ങൾ പ്രമാണിക്കുന്നു. ബർത്ത്ഡേ, ഡെത്ത് ഡേ, പിന്നെ വെഡ്ഡിങ് ഡേ, രക്ഷിക്കപ്പെട്ട ദിവസം, പരിശുദ്ധാംശം പ്രാപിച്ച ദിവസം, വസ്തു എഴുതി കിട്ടിയ ദിവസം, ഹല്ലേലൂയ, ചില വിസ വന്ന ദിവസം, ഗൾഫിൽ പോയി ജോയിൻ ചെയ്ത ദിവസം, 4 ഏക്കർ പേരി കൂട്ടിയ ദിവസം, വീടോട് വീട് കൂട്ടിയ ദിവസം. വീടോട് വീട് കൂട്ടുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുമ്പോൾ അത് അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഡ്ഢികളായ വിശ്വാസികളുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. എന്തിനേറെ പറയുന്നു, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു ആ ലിസ്റ്റിലുണ്ട്. ആ ഹിറ്റ് ലിസ്റ്റിലുണ്ടവരെ, സാത്താൻ്റെ ലിസ്റ്റിലുണ്ടവരെ. വീടോട് വീട് കൂടുമ്പോൾ, വയലോട് വയൽ കൂടുമ്പോൾ അത് ദൈവാനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അങ്ങനെ പാസ്റ്റർമാർ പറഞ്ഞാലേ അവർക്ക് എന്തെങ്കിലും കിട്ടിപ്പോലുണ്ടാകത്തുള്ളൂ. അവരുകൊണ്ട് അവർക്കും സന്തോഷം, ഇവർക്കും സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അവസാനം എല്ലാം കൂടി കൂട്ട നരകത്തിലോട്ട് പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അബദ്ധചടിലമായ ആ കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയണം. നമ്മുടെ ആദ്യപാഠം ലോകത്തിൻ്റെ പാപജീവിതമാണ്. യഹൂദൻ്റെ ആദ്യപാഠം ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതികൾ മുഴുവൻ പറയുന്നത്
ഭൗതിക അനുഗ്രഹങ്ങളാണ് ന്യായപ്രമാണം പറയുന്നത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ ചിന്താഗതി എന്താ? ഭൗതിക അനുഗ്രഹമാണ് ദൈവാനുഗ്രഹം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? സ്വത്രം. രക്ഷിക്കപ്പെട്ടവൻ ഒരു ഏതെങ്കിലും ഒരു പുതിയ കട ഓപ്പൺ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ പാസ്റ്റർമാർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഗുരുവായ കർത്താവിൻ്റെ ദാസൻ്റെ മകള് അവർ TPM-ലുള്ളവരാണ്. അവരൊരു വീട് വെച്ചപ്പോൾ അത് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ നമ്മുടെ ആളവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഞങ്ങളുടെ കർത്താവേ, ഇത്ര മനോഹരമായ ലൈറ്റുകളും ഇത്ര മനോഹരമായ സംവിധാനങ്ങളോട് ഒരു വീട് ഞങ്ങളുടെ മക്കൾക്ക് നീ കൊടുത്തല്ലോ കർത്താവേ എന്ന് പറഞ്ഞൊരു കാറൽ പാസ്റ്റർ, TPM-ലെ ഒരു പ്രായമുള്ള പാസ്റ്റർ. ഞങ്ങളുടെ പാസ്റ്റർ അത് കേട്ടിട്ട് പുള്ളി മിണ്ടാതെ നിന്നു. ആ വിവരണം വന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. കാരണം മക്കളെല്ലാവരും കൂടി ഉള്ള സമയമുണ്ടല്ലേ. എൻ്റെ ദൈവമക്കളെ, ഈ ലോകത്തിൻ്റെ ഭൗതികങ്ങൾ കണ്ട് മഞ്ഞളിക്കുന്നവരായി പെന്തക്കോസ്തുകാർ തീരരുത്. നമുക്ക് കിട്ടുന്ന പണവും നമുക്ക് കിട്ടുന്ന വിസയും നമുക്ക് കിട്ടുന്ന ജോലിയും നമുക്ക് കിട്ടുന്ന ശമ്പളവും നമുക്ക് കിട്ടുന്ന വീടോട് വീടും വയലോട് വയലും ഒന്നും ഭൗതിക അനുഗ്രഹങ്ങളായി നിങ്ങൾ കൂട്ടിയാൽ നിങ്ങൾ സൂക്ഷ്മ നരകത്തിലേക്ക് പോകത്തുള്ളൂ. എടുത്തു വായിക്കാം, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന് 7 വാക്യങ്ങൾ വായിച്ചാട്ട്. അതിനെ പൊളിക്കാനുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചിന്താഗതി ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8 തൊട്ട് വായിച്ചു, 5 തൊട്ട് വായിച്ചു, 7 തൊട്ട് വായിച്ചാൽ പോരാ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷൻ, ശുഷ്കാൻ സംബന്ധിച്ച സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് പൗലൂസിന് ലാഭമായിട്ട് എണ്ണാവുന്ന 7 പദവികൾ ഇന്ന് ലോകത്തിൽ ഒരു മനുഷ്യനും ഇല്ലാതെ. അമേരിക്കൻ പൗരനോ ഇസ്രായേൽ പൗരനോ ബ്രിട്ടീഷുകാരനോ ജർമ്മൻകാരനോ ഒരു പൗരനുമില്ലാത്ത പദവികളാണ് ഈ പൗലൂസിനുണ്ടായിരുന്നത്. അന്നത്തെ കാലത്തിലെ ഏറ്റവും വലിയ പൗരത്വം റോമൻ പൗരത്വമാണ്. അത് പൗലൂസിനുണ്ടായിരുന്നു. യഹൂദ റബ്ബിയായിരുന്നു, കോടീശ്വരനായിരുന്നു, 2 കപ്പലുടമയായിരുന്നു, 2-3 PhD ബിരുദമുള്ള അറിവുണ്ടായിരുന്നു. ഇതെല്ലാം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തു ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ താൻ പറയുന്നു, ഇതിനുമെല്ലാം ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു.